കേരളത്തിൽ ഗവൺമെന്റ് മേഖലയിൽ 1990-ലും എയ്ഡഡ് മേഖലയിൽ 1991-ലുമാണ് ഹയർ സെക്കൻഡറി കോഴ്സുകൾ ആരംഭിക്കുന്നത്. 1998-ലാണ് കോഴ്സുകൾ വ്യാപകമാകുന്നത്. 91-ൽ സർവീസിൽ കയറിയാതെ എയ്ഡഡ് സ്കൂളുകളിൽ കേവലം 272 അധ്യാപകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അധ്യാപകർ അനുഭവിച്ച യാതനകൾ എണ്ണമറ്റതാണ്. കേവലം 1000 രൂപ കൺസോളിഡേറ്റഡ് പേയിൽ 1995 ജൂലൈ മാസം 1-ാം തീയതി വരെ ഇവർ സർവീസിൽ തുടരേണ്ടതായി വന്നു. അന്നത്തെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ AK ആന്റണിയാണ് ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ശമ്പള സ്കെയിൽ അനുവദിച്ചത്. തുടർന്ന് നടത്തിയ നിയമ പോരാട്ടത്തിലൂടെ 7/4/92 മുതൽ സംസ്ഥാനത്തെ മുഴുവൻ +2 അധ്യാപകർക്കും മുൻകാല പ്രാബല്യത്തോടെ ശമ്പള സ്കെയിൽ അനുവദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവായി. തുടർന്ന് എത്രയെത്ര സമരമുഖങ്ങളിലൂടെ അധ്യാപകർ നടത്തിയ പോരാട്ടത്തിൻ്റെ സൽഗുണങ്ങളാണ് ഇന്ന് അനുഭവിക്കുന്നത്. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൻ്റെ ജില്ലാതല ഓഫീസുകൾ, ഹയർ സെക്കൻഡറിക്ക് പ്രത്യേക കരിക്കുലം കമ്മിറ്റി, ഹയർ സെക്കൻഡറിക്ക് അധ്യാപകരുടെ റിസോഴ്സ് ട്രെയിനിങ്, മാനേജ്മെൻറ്റ് ട്രെയിനിങ്, അങ്ങനെ ദേശീയ തലത്തിലുള്ള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തോട് കിടപിടിക്കുന്ന നിലയിൽ കഴിഞ്ഞ 30 വർഷം കൊണ്ട് കേരളത്തിലെ ഹയർ സെക്കൻഡറി പ്രസ്ഥാനം ഉയർന്നു വന്നു. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നു. ഇതിൻ്റെ 2ാം ഭാഗം ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഏകീകരണത്തിന് സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണ്. ഇക്കാര്യത്തിൽ അധ്യാപകർക്ക് ഒരുപാട് വ്യാകുലതകളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, അവരുടെ ഹയർ സെക്കൻഡറി അധ്യാപകൻ എന്ന കേഡർ സെക്കൻഡറി അധ്യാപകൻ എന്ന നിലയിലേക്ക് തരം താഴ്ത്തപ്പെടുന്നു എന്നുള്ളതാണ്. അടുത്ത ശമ്പള പരിഷ്കരണത്തിൽ അധ്യാപകർക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊരു വശം മറുവശത്ത്. രണ്ടാമത്, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണത്തിലൂടെ പാഠ്യപദ്ധതി തുടർച്ചയാകുന്നതോടുകൂടി അന്താരാഷ്ട്ര ദേശീയ നിലവാരത്തിലുള്ള പൊതുപ്രവേശന പരീക്ഷകൾ എഴുതി ക്വാളിഫൈ ചെയ്യുവാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക മറുവശത്ത്. നാലാമതായിട്ട്, ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ബർത്ത് റേറ്റ്, ഇതുമൂലം വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ കുറവ് സംഭവിക്കുന്നു. അങ്ങനെ ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണത്തിലൂടെയും ഹയർ സെക്കൻഡറിയുടെ ഐഡന്റിറ്റിയിലൂടെയും അധ്യാപകർ നേരിട്ട എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുമോ എന്ന ഭയം ദൂരീകരിക്കുവാനായിട്ടുള്ള ധാർമ്മികമായ ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. അത് ഇല്ലാതാകുമ്പോഴാണ് അധ്യാപകർ പെരുവഴിയിലേക്ക് ഇറങ്ങുന്നത്. ഇന്നലെ കേരളം കണ്ട ഏറ്റവും നല്ല ഒരു അധ്യാപക കൂട്ടായ്മ, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ വികാര പ്രകടനമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ അലയടിച്ചത്. പ്രസ്തുത യോഗം മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഖാദർ കമ്മീഷനെതിരായിട്ടും ഗവൺമെന്റിന്റെ നയത്തിനെതിരായിട്ടും ശക്തമായ വിമർശനമാണ് അഴിച്ചുവിട്ടത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. അധ്യക്ഷൻ, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപക സംഘടനാ നേതാക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അധ്യാപക സുഹൃത്തുക്കൾ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ അധ്യാപക സംഘടനകൾ ചേർന്ന് നടത്തുന്ന ഈ അസംബ്ലി മാർച്ചിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. വളരെ ന്യായമായ കാരണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസത്തെ മുഴുവൻ തകർക്കുന്ന രീതിയിലുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകും. പൊതുവിദ്യാഭ്യാസം നമ്മൾ ഒരു കാലത്ത് കേരളത്തിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മുൻനിരയിലുണ്ടായിരുന്ന
ഒരു സംസ്ഥാനമാണ്. നമ്മൾ ഒരു കാലത്ത് യൂറോപ്യൻ മോഡൽ എന്നെല്ലാം പറഞ്ഞ് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ന് പുറത്തു പറയാൻ പാടില്ലാത്ത തരത്തിൽ അത് കീഴോട്ട് പതിച്ചുകൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചയാണ് കാണുന്നത്. എന്താണ് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്? ആര് പടച്ചുണ്ടാക്കിയതാണ് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്? അത് ഒരു അധ്യാപക സംഘടന. അവർക്ക് ഹയർ സെക്കൻഡറിയിൽ സ്വാധീനമില്ല. അപ്പൊ CPM-നോട് ആഭിമുഖ്യമുള്ള ആ അധ്യാപക സംഘടനയ്ക്ക് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ഇടയിൽ സ്വാധീനമില്ല. അതിനെന്ത് വേണം? അതിന് ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയെയും കൂടി ഏകീകരിക്കണം. ഈ ഒറ്റ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കുൽസിതമായ ഒരു ലക്ഷ്യം, ആ അധ്യാപക സംഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടി ഈ ഭരണകൂടം അവർക്ക് കീഴടങ്ങി കൊടുത്തിരിക്കുക. അവരാണ് തീരുമാനിക്കുന്നത് കാര്യങ്ങൾ. ആദ്യത്തെ റിപ്പോർട്ട് വന്നു, ഇന്റർവ്യൂ റിപ്പോർട്ട് ഇല്ലേ? അതിനുശേഷം 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഫൈനൽ റിപ്പോർട്ട്. ആ ഫൈനൽ റിപ്പോർട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ട്? ഒരാളെയും കാണിച്ചില്ല. എന്താണ് അതിനിത്ര എന്താണ് അതിനിത്ര രഹസ്യമായ സ്വഭാവം? എന്ത് രഹസ്യ സ്വഭാവമാണ് ഖാദർ കമ്മിറ്റിയുടെ ഫൈനൽ റിപ്പോർട്ടിലുള്ളത്? അധ്യാപകർ കാണാത്ത, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ കാണാത്ത, രാഷ്ട്രീയ നേതാക്കൾ കാണാൻ പാടില്ലാത്ത, ജനപ്രതിനിധികൾ കാണാൻ പാടില്ലാത്ത എന്ത് രഹസ്യമാണ് അതിനകത്ത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് ആ കമ്മിറ്റിയുടെ ഫൈനൽ റിപ്പോർട്ട് പോലും പുറത്തു വരുത്താതെ ആ റിപ്പോർട്ട് നടപ്പാക്കാൻ പോകുന്ന കേരള സമൂഹത്തിലെ, കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ഈ ഏകീകരണം. റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട് എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. നിയമസഭ കൂടുന്നുണ്ടല്ലോ, നിയമസഭയിൽ ചർച്ച ചെയ്യാമല്ലോ. അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ച് അധ്യാപക സംഘടനകളെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിന്റെ നേട്ടങ്ങൾ ഏതെങ്കിലും സർക്കാർ ഉണ്ടാക്കിയതാണോ? എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് അത് നമ്മളൊരു നല്ല നിലയിൽ കൊണ്ടുപോയിരുന്നത്. ഇവര് കഴിഞ്ഞ കുറെ നാളുകളായി അമിതമായ രാഷ്ട്രീയ അതിപ്രസരം, പാഠ്യപദ്ധതി, പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുക, ഇതെല്ലാം ഏകപക്ഷീയമായ നടപടിയാണ്. ട്രെയിനിങ് ക്യാമ്പ് നടത്തിയിട്ട് മാറിയ പാഠപുസ്തകങ്ങളുടെ കോപ്പി കൊടുക്കാൻ പോലും പറ്റുന്നില്ല. അതിനെക്കുറിച്ച് ചർച്ച പറ്റില്ല, പേടിയാണ്. കാരണം അതിന്റെ വാർത്തകൾ വരും. അത്ര വികലമായി, വികൃതമായിട്ടാണ് അത് തയ്യാറാക്കിയതെന്ന് അവർ തന്നെ ഉറക്കെ വിളിച്ചു പറയുകയാണ്. ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല പുതിയ പാഠപദ്ധതികൾ. ഏതൊക്കെ സഖാവിന്റെ കവിതകളാണ്, കഥകളാണ് ഈ അതിൻ്റെ അകത്ത് ഉള്ളതെന്ന് നോക്കാനുള്ളത്. അതാണല്ലോ പണി. ഡൽഹിയിലെ ചേട്ടൻ ചെയ്യുന്നത്, ചേട്ടൻ ബാവ ചെയ്യുന്നത് തന്നെയാണ് ഇവിടുത്തെ അനിയൻ ബാവയും ചെയ്യുന്നത്. രണ്ടുപേരും തമ്മിലുള്ള ദൂരം വളരെ കുറഞ്ഞിരിക്കുകയാണ്. അവര് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇറങ്ങി, ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോലെ ആ വിദ്യാഭ്യാസ കാര്യത്തിൽ, പാഠ്യപദ്ധതിയിൽ, കരിക്കുലത്തിൽ, ചരിത്രത്തിൽ എല്ലാം ഇടപെട്ട് അവർക്ക് അനുകൂലമായ തരത്തിൽ ചരിത്രത്തെയും പാഠ്യ പദ്ധതികളെയും എല്ലാത്തിനെയും അവർ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇവിടെയും രഹസ്യ പരിപാടി തന്നെയാണ്. ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. കേരളത്തിലെ പൊതുവിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഹയർ സെക്കൻഡറി ഇതിൻ്റെ അകത്ത് ചെയ്യുമ്പോഴേക്കും ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? സ്റ്റേറ്റ് സിലബസിലേക്ക് വരികയല്ലേ മുഴുവൻ, എല്ലാം കൂടി. ഇപ്പൊ CBSE-യിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട്, ഇല്ല? ധാരാളം കുട്ടികൾ. ഒരു അട്രാക്ഷൻ ആയിരുന്നു. കുറഞ്ഞു ഇപ്പൊ ഗൗരവമായി. നിങ്ങളൊരു 4-5 കൊല്ലം മുമ്പ് എന്തായിരുന്നു ഗമ? ഞങ്ങളുടെ സർക്കാർ വന്നതോടുകൂടി പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളുടെ ഒഴുക്കാണ് എന്ന് പറഞ്ഞു, ഇല്ലേ? ഒഴുക്കാണെന്ന് പറഞ്ഞു. ഇപ്പൊ മിണ്ടുന്നില്ലല്ലോ അതിനെപ്പറ്റി. ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചോദിച്ചു, കുറെ നാളായിട്ട് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളുടെ ഒഴുക്കിനെ പറ്റി ഒരാളും മിണ്ടുന്നില്ലല്ലോ. എന്താ മിണ്ടാത്തത്? വരുന്നില്ല, കുറയാണ് എണ്ണം. കഴിഞ്ഞ വർഷം 95,000 പേരുടെ എണ്ണമാണ് കുറഞ്ഞത്, പൊതുവിദ്യാഭ്യാസത്തിലേക്ക് വരുന്നവരുടെ എണ്ണം. എന്തുകൊണ്ടാ? അതിന്റെ അക്കാഡമിക് നിലവാരം താഴുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ +2 ഓരോ ജില്ലയിലും കൊടുക്കുന്നത് 30% ഇൻക്രീസ്, മാർജിനൽ ഇൻക്രീസ്. അപ്പൊ ഒരു ക്ലാസ്സിൽ എത്ര പേരായി? ഇനി മൈക്കായിട്ട് പോകേണ്ടി വരും അധ്യാപകർ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. മൈക്ക് പിണങ്ങുമ്പോൾ നിങ്ങൾ പിണങ്ങരുത്, അത്രയേ ഉള്ളൂ. അപ്പൊ അതാണ് സംഭവം. അപ്പോ എന്നിട്ട് വീണ്ടും പിന്നെ താൽക്കാലിക ബാച്ച്, ഇതിന്റെ ഒരു നിലവാര തകർച്ചയാണ്. ഇസ്രായേലിലെ 1:40 ഉണ്ടാകുന്ന സ്ഥലത്ത് 1:75 ആകുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിലെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പോവുക.
എത്ര വൈവിധ്യമാർന്ന സബ്ജക്റ്റുകളുണ്ട് ഹയർ സെക്കൻഡറി അല്ലേ? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് സാധ്യതകൾ. അതൊക്കെ ഇല്ലാതാൻ പോവുകയാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം ഈ ഏകോപനത്തിലൂടെ അതിന്റെ കാര്യമായ ഗുരുതരമായ നിലവാര താഴ്ചയാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത്. പാഠ്യ പദ്ധതി രൂപീകരണവും പാഠപുസ്തകങ്ങൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും എല്ലാം ഗൗരവതരമായ ചർച്ച അധ്യാപക സംഘടനകളുമായി നടത്തിയിട്ട് തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും കാര്യം ഇവിടെ പറഞ്ഞു. 19 കുടിശ്ശികയാണ് അല്ലെ, 19% കുടിശ്ശികയാണ്. 2% തന്നു. അതില് അപ്പൊ മനസ്സിലായില്ല 19ന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന്. 15 മാസം ശമ്പളമായി അല്ലെ, 15 മാസം ശമ്പളമായി. ഇപ്പൊ 19നെ കുറിച്ച് മിണ്ടുന്നില്ല. 2 കൊടുക്കുന്ന പറഞ്ഞു. 19 പോയി, ആവിയായി പോയി ആകാശത്ത്. അത് കിട്ടുന്നു അതിന് പ്രതീക്ഷിക്കണ്ട. പിന്നെ